BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 181 വിദേശ തൊഴിലാളികളെ നാട് കടത്തിയതായി LMRA. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലായി ഓഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള കാലയളവിൽ 1714 പരിശോധനകൾ നടത്തുകയും താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 45 പേരെ പിടികൂടുകയും ചെയ്തു. ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും LMRA അറിയിച്ചു. UAEയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 19 മുതൽ ബാഗേജുമായി ബന്ധപ്പെട്ട പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കരണം കോർപ്പറേറ്റ് ബുക്കിംഗുകളായ കോർപ്പറേറ്റ് വാല്യൂ, കോർപ്പറേറ്റ് ഫ്ലെക്സ് എന്നിവയ്ക്ക് മാത്രമാണ് ബാധകം. എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റ് പ്രമുഖ ബുക്കിംഗ് ചാനലുകൾ എന്നിവ മുഖേന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഈ മാറ്റം ബാധകമല്ല. UAE ഒഴികെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസ് 30 കിലോ ആയും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ളത് 20 കിലോ ആയും തുടരും. ബിസിനസ് ഇക്കണോമി ക്ലാസ് നിരക്കുകളിൽ നെറ്റ്വർക്കിലുടനീളം 25% വരെ കിഴിവ് വാഗ്ദാനം ചെയ്ത ഒമാൻ എയർ. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 31 ഒമാൻ റിയാൽ മുതലുള്ള ടിക്കറ്റ് വിൽപ്പന സെപ്റ്റംബർ 5 വരെയാണ് നടക്കുക. ഒമാൻ എയറിന്റെ എക്കാലത്തെയും വലിയ ആഗോള വിൽപ്പനയാണ് നടക്കുന്നത്. യൂറോപ്പ്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലെ നഗരങ്ങളിലേക്കാണ് യാത്രികർക്ക് ഒമാൻ എയറിന്റെ സേവനം ലഭിക്കുക. 2024 സെപ്റ്റംബർ 1 മുതൽ 2025 മാർച്ച് 31 വരെ ഇതുവഴി യാത്ര ചെയ്യാം. ഒമാൻ എയറിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, കോൾ സെന്റർ, സെയിൽസ് ഓഫീസ് അല്ലെങ്കിൽ നിയുക്ത ട്രാവൽ ഏജന്റുമാർ എന്നിവ മുഖേനയും ബുക്കിംഗ് ആരംഭിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തെ അഭിനന്ദിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രിയുടെ പോളണ്ട്, ഉക്രൈൻ സന്ദർശനങ്ങളെയും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും പ്രശംസിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബൈഡൻ നരേന്ദ്രമോദിയെ വിളിച്ചതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് പ്രതിസന്ധിയും അയൽരാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും ഹിന്ദുക്കളുടെയും സുരക്ഷയെ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തെക്കുറിച്ചും ചർച്ച നടത്തി. വയനാടിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2000 കോടിയുടെ അടിയന്തര സഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് നിലവിലെ സൂചന. വയനാടിന്റെ സാഹചര്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി. 3ാം വട്ടവും മോദി പ്രധാനമന്ത്രിയായ ശേഷം പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. കടമെടുപ്പ് പരിധി അടക്കമുള്ള സംസ്ഥാനത്തിന്റെ മറ്റാവശ്യങ്ങളും മോദിയെ അറിയിച്ചു. സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി മോഹൻലാൽ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചു. ഒപ്പം ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചു. ഇതോടെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്തതാണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജി. ക്ഷേമപ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് വരെയാണ് അഡ്ഹോക് കമ്മിറ്റി തുടരുക. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും. ഓണ കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും. അമ്മയുടെ വീഴ്ച സംബന്ധിച്ചാണ് കൂട്ടരാജി. വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 15 അംഗ ടീമിൽ 2 മലയാളി താരങ്ങളാണ് ഇടം പിടിച്ചത്. ആശ, ശോഭന, സജന സജീവൻ എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം. ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. റിച്ച ഘോഷും യസ്തിക ഭാട്ടിയുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ഉമാ ഛേത്രി, സൈമ താക്കൂർ, തനുജ കൻവാർ എന്നിവർ ടീമിലെ ട്രാവലിംഗ് റിസർവ് താരങ്ങളാണ്. ഒക്ടോബർ 3 UAEയിലാണ് ടൂർണമെന്റിന് തുടക്കമാവുക. ഷാർജയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലാൻഡിനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ 4 ന്യൂസിലാൻഡുമായാണ്. ദുബായിലാണ് മത്സരം. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം ഒക്ടോബർ 6 ഞായറാഴ്ച നടക്കും. ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് നടൻ സിദ്ദീഖിനെതിരെ ആരോപണമുയർത്തിയ യുവനടി പോലീസിൽ പരാതി നൽകി. പോലീസ് മേധാവിക്ക് ഇമെയിലായാണ് പരാതി നൽകിയത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് പരാതി കൈമാറും. സിദ്ദീഖ് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് യുവനടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയത്. സിദ്ദീഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമം നടത്തിയെന്നും നടി പറഞ്ഞിരുന്നു. 2016 ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് 21 വയസ്സുള്ള തന്നോട് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത്. അവിടെ പോയപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. നടി നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ലൈംഗിക ആരോപണത്തിന് പിന്നാലെ സിദ്ദീഖിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നടിക്കെതിരെ സിദ്ദീഖ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണമാണ് നടി ഉന്നയിക്കുന്നതെന്നുമായിരുന്നു സിദ്ദീഖ് DGPക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത്. നേരത്തെ ഉന്നയിച്ചപ്പോൾ ഇല്ലാതിരുന്ന ബലാത്സംഗ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാതാപിതാക്കൾക്കൊപ്പമല്ലാതെ നടിയെ കണ്ടിട്ടില്ലെന്നും സിദ്ദീഖ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം നടി മിനു മുനീറും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലൈംഗിക അതിക്രമത്തിൽ പരാതി നൽകി. നടന്മാരായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവർക്കും പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പ്രൊഡ്യൂസറുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖർ എന്നിവർക്കുമെതിരെയാണ് പരാതി നൽകിയത്. കൊല്ലം ആഞ്ഞിലിമൂട്, കോട്ടയം പൊൻകുന്നം, മുണ്ടക്കയം കുമിളി, ഭരണിക്കാവ് മുതൽ അടൂർ, പ്ലാപ്പള്ളി, മുണ്ടക്കയം, അടിമാലി ജംഗ്ഷൻ, കുമിളി എന്നിവയുടെ നിർമ്മാണ പദ്ധതികൾ വേഗത്തിൽ ആക്കാനാണ് സംസ്ഥാന സർക്കാർ ഇടപെടും. പദ്ധതിക്കുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിയെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ചുമതലപ്പെടുത്തി. 62.1 കിലോമീറ്ററിൽ കൊല്ലം ആഞ്ഞിലിമൂട് റോഡ് വികസിപ്പിക്കുന്നതിനാണ് വിഭാവനം ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായുള്ള 3A നോട്ടിഫിക്കേഷനുള്ള പ്രവർത്തനം തുടരുകയാണ്. 30.3 കിലോമീറ്റർ വരുന്ന കോട്ടയം പൊൻകുന്നം റോഡ് വികസിപ്പിക്കുന്നതിനുള്ള അലൈൻമെന്റ് തയ്യാറാക്കാനുള്ള പ്രവർത്തനവും തുടരുകയാണ്. 55.15 കിലോമീറ്ററിൽ മുണ്ടക്കയം കുമിളി റോഡും 116.8 കിലോമീറ്ററിൽ ഭരണിക്കാവ് മുതൽ അടൂർ, പ്ലാപ്പള്ളി, മുണ്ടക്കയം വരെ വികസിപ്പിക്കുന്നതിനുള്ള അലൈൻമെന്റും അംഗീകരിച്ചു. അടിമാലി ജംഗ്ഷൻ കുമിളി വരെ 83.94 കിലോമീറ്ററിൽ പുതുക്കിയ അലൈൻമെന്റും തയ്യാറാക്കി കഴിഞ്ഞു. ഈ റോഡുകളുടെ പദ്ധതി രേഖ വേഗത്തിൽ തയ്യാറാക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ ഇടപെടാനാണ് തീരുമാനിച്ചത്. ഭരണിക്കാവ്, അടൂർ, പത്തനംതിട്ട, മൈലപ്ര റോഡിലെയും കണമല, എരുമേലി റോഡിലെയും പെർഫോമൻസ് ബേസ്ഡ് മെയിൻ്റനൻസ് കോൺട്രാക്ട് പ്രവൃത്തിയുടെ വിശദാംശങ്ങളും മന്ത്രി പരിശോധിച്ചു. ശബരിമല തീർത്ഥാടനം ആരംഭിക്കും മുൻപ് 2 റോഡുകളും പൂർണ്ണ ഗതാഗത യോഗ്യമാക്കുവാനും മന്ത്രി നിർദ്ദേശിച്ചു. വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതിന് സംസ്ഥാന വൈദ്യുതി ബോർഡ് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിന്മേൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തെളിവെടുപ്പ് സെപ്റ്റംബർ 5 രാവിലെ 10:30 മുതൽ എറണാകുളം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ നടക്കും. ഇതുകൂടാതെ തപാൽ മുഖേനയും ഇമെയിൽ മുഖേനയും KSERC@erckerala.org മുഖേനയും സമർപ്പിക്കാം. 2 മാർഗങ്ങളിലൂടെയും അഭിപ്രായങ്ങൾ സെക്രട്ടറി, കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ, KPFC ഭവനം, CV രാമൻപിള്ള റോഡ്, വെള്ളയമ്പലം, തിരുവനന്തപുരം 695010 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 10 5 മണി വരെ സ്വീകരിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.